വാട്ട്സപ്പ് ഗൈസ്, കമ്പാനിയൻ ന്യൂ ഇംഗ്ലീഷ് മൂവിയാണ് ഇത്. ഞാൻ ഇന്നലെ തിയേറ്ററിൽ പോയി കണ്ട്. ഹ്യൂമൻസ് ആൻഡ് കൺസ്യൂമർ ലെവൽ റോബോട്ട്സ്. ഐ മീൻ, ദീസ് ആർ നോട്ട് റോബോട്ട്സ് who are living on their own free will or anything. They are robots which human beings can buy and use. So that's why I'm using the term consumer robots. So human beings and consumer level robots ഒരുമിച്ച് കോഎക്സിസ്റ്റ് ചെയ്യുന്ന ഒരു വേൾഡാണ് ഈ മൂവിയുടെ പ്രമൈസ്, ഇമാജിനേഷൻ എന്ന് പറയാം. ഇങ്ങനത്തെ ഷോണർ എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടമാണ്. That's why when I saw the trailer, I was interested. So I decided to go watch the film. ഫിലിമിൻ്റെ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ അകത്തൊരു ഗേൾ ഫ്രണ്ട് ആൻഡ് ബോയ് ഫ്രണ്ട് ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഗേൾ ഫ്രണ്ട് ഇസ് എ റോബോട്ട്, എ കൺസ്യൂമർ റോബോട്ട്. ഈ റോബോട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ, സോ ഐ കമ്പയർ ഇറ്റ് വിത്ത് ചിട്ടി റോബോട്ട് ഫ്രം എന്തിരൻ. ചിട്ടിയെ കാണുമ്പോൾ ഒരു ഹ്യൂമൻ ബീങ് ആണെന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിലും ചിട്ടി സംസാരിക്കും. ദ സ്പീച്ച് ഇസ് മെക്കാനിക്കൽ, ഫിസിക്കൽ ആട്രിബ്യൂട്ട്സ് ഓർ ഫിസിക്കൽ മൂവ്മെൻറ്റ്സ് ആർ ഓൾ മെക്കാനിക്കൽ. സോ അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ദാറ്റ് ഇറ്റ്സ് എ റോബോട്ട്. പക്ഷെങ്കിൽ ഇതിൻ്റെ അകത്ത് റോബോട്ടിനെ പ്ലെയിൻലി കാണുമ്പോൾ അത് റോബോട്ടാണെന്ന് നമുക്ക് മനസ്സിലേ ആകത്തില്ല. ഇറ്റ്സ് എ 100% റെപ്ലിക്ക ഓഫ് എ ഹ്യൂമൻ ബീങ്. അത് ഫിസിക്കൽ ആട്രിബ്യൂട്ട്സ്, ഫിസിക്കൽ മൂവ്മെൻറ്റ്സ് ആയാലും, സ്പീച്ച് ആയാലും, I mean the level of intelligence, that's also similar to a human being. Strength, that's also similar to a human being. So in all aspects the robot is a 100% replica of a human being. So it's very real. It doesn't seem like it's a robot. Yeah, so അങ്ങനത്തെ ഒരു റോബോട്ടാണ്. സോ ദെർസ് എ ബോയ് ഫ്രണ്ട് ആൻഡ് ഗേൾ ഫ്രണ്ട്. അതിനകത്ത് ഗേൾ ഫ്രണ്ട് റോബോട്ടാണ്. അവരൊരു ഒരു ട്രിപ്പിന് പോയേക്കുവാണ്. അവരുടെ ഒരു ഫ്രണ്ടിൻ്റെ വലിയൊരു പോഷ് ബംഗ്ലാവ് ഉണ്ട്, ഒരു സെക്ലൂഡഡ് ഫോറസ്റ്റിൻ്റെ ഇടയ്ക്ക്. അവിടെ ഇവർ രണ്ടുപേരും പോയേക്കുവാണ്. ഇവരുടെ കൂടെ ഇവരുടെ 3-4 ഫ്രണ്ട്സും ഉണ്ട്. സോ ദേ ആർ ഓൾ ഹാവിങ് എ ഗുഡ് ടൈം, പാർട്ടി ചെയ്യുവാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇവൻറ്റ് സംഭവിക്കുന്നു, ബിക്കോസ് ഓഫ് വിച്ച് ഈ റോബോട്ട് ഗേളിൻ്റെ പ്രോഗ്രാമിങ് ഇച്ചിരി അങ്ങ് ചേഞ്ചായി മാറുന്നു. ആ ചേഞ്ചായ പ്രോഗ്രാം കാരണം ഉണ്ടാകുന്ന ഇവൻറ്റ്സാണ് മൂവിയുടെ ക്രക്സ്. ഐ മീൻ, മർഡർ ഉണ്ട്, വയലൻസ് ഉണ്ട്, ക്യാറ്റ് ആൻഡ് മൗസ് സിനാറിയോ ഉണ്ട്. ദാറ്റ്സ് ദ ക്രക്സ് ഓഫ് ദ ഫിലിം. സോ what did I like about the film? The positives. I'll start with, it's an interesting premise. It's not new in terms of imagination or anything. I mean, ഈ കാര്യങ്ങളൊക്കെ, ഇങ്ങനത്തെ ടൈപ്പ് റോബോട്ടും ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി വേറെ കുറേ മൂവീസിൽ കണ്ടിട്ടുള്ളതാണ്. അത് വാക്കീൻ ഫീനിക്സിൻ്റെ ഹെർ എന്ന് പറഞ്ഞൊരു മൂവിയുണ്ട്. അതിൻ്റെ അകത്ത് ഹീസ് ടോക്കിംഗ് ടു ആൻ AI ചാറ്റ് ബോട്ട് വിച്ച് ഇസ് എക്സാക്ട്ലി ലൈക്ക് എ ഹ്യൂമൻ ബീങ്. പക്ഷേ അതിൻ്റെ അകത്ത് ഫിസിക്കൽ ഫോം ഇല്ലെന്നേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് ഫിസിക്കൽ ഫോം ആസ് എ ഹ്യൂമൻ ബീങ് ആണ്. Then there are movies like Ex Machina. പക്ഷേ അതിൻ്റെ അകത്ത് the robots they turn against human beings, and ഒരു ഡിസ്റ്റോപ്പിയൻ എറാ മൂവി പോലാണ് ഹ്യൂമൻസ് വേഴ്സസ് റോബോട്ട്സ്. അതൊന്നുമില്ല അതിൻ്റെ അകത്ത്. This is humans, robots and basic human beings sort of a premise. Crime, murder, I mean a lot of violence and everything which is in the realms of human beings capability, but a robot അതിൻ്റെ അകത്തുണ്ട്. So I mean the premise is not something which is very new in terms of imagination. പക്ഷെങ്കിൽ it's all very relatable എന്ന് വെച്ചാൽ, എസ്പെഷ്യലി വിത്ത് ദ റൈസ് ഓഫ് AI, ജനറേറ്റീവ് AI, ചാറ്റ് ബോട്ട്സ്, ഡേ ബൈ ഡേ ഇതൊക്കെ മോർ ആൻഡ് മോർ ഹ്യൂമൻസിനെ റെപ്ലിക്കേറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. സോ ഹൂ നോസ്, മേ ബി ഇൻ ദ നെക്സ്റ്റ് 10-15 years ഇതിനൊക്കെ ഒരു ഫിസിക്കൽ ഫോമും കിട്ടുമായിരിക്കും. പിന്നെ ദർ ആർ ആസ്പെക്ട്സ് ലൈക്ക് സെൽഫ് ഡ്രൈവിംഗ് കാർസ് ആൻഡ് ഓൾ. അതൊക്കെ കാണുമ്പം നമുക്ക് ഒരു സംതിങ് ന്യൂ ആണെന്നൊന്നും തോന്നത്തില്ല. ഇതെല്ലാം നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. പക്ഷെങ്കിൽ വളരെ റിലേറ്റബിൾ ആയിട്ട് ഫീൽ ചെയ്യും. മേ ബി നെക്സ്റ്റ് 10-15 years ഇതെല്ലാം നമ്മുടെ റിയൽ ലൈഫിൽ തന്നെ നമ്മൾ കാണുമായിരിക്കും. സോ ഇൻ ദാറ്റ് ആസ്പെക്ട് ദിസ് മൂവീസ് പ്രമൈസ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ്. It's not something new, but it's relatable. Second positive about this movie is the acting of the lead actress, the one who plays the role of the robot. I mean, superb acting, man. There's a very thin line between, it has to act like a robot also, but it has to act like a human being also. And she has done a wonderful job. അത് കാണുമ്പം റോബോട്ട് ആണെന്നും നമുക്കറിയാം, പക്ഷെങ്കിൽ ഒരു പ്രോപ്പർ ഹ്യൂമൻ ബീങ്ങും പോലെയാണ്. That's kudos to the acting. Then obviously she is a robot, so there are certain scenes അവളെ സ്വിച്ച് ഓഫ് ചെയ്യുന്നു, സ്വിച്ച് ഓൺ ചെയ്യുന്നു, ഗ്ലിച്ചസ് ഒക്കെ വരുന്നത്. ആ സമയത്തിലുള്ള റോബോട്ടിക് ആക്ടിങ് ആയാലും അതെല്ലാം വളരെ അമേസിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. സോ ഒത്തിരി റിയലിസ്റ്റിക് ആയിട്ടാണ് ഫീൽ ചെയ്തേക്കുന്നത്. ദാറ്റ്സ് kudos to the girls acting. Then the third positive about this film is the certain type of editing style ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ സീൻ നടക്കുകയാണ്, ഒരു ബ്യൂട്ടിഫുൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നടക്കുകയാണ്. വി ആർ ഓൾ ഇൻവെസ്റ്റഡ് ഇൻ ഇറ്റ്. വി ആർ ഓൾ ലൈക്ക്, ഓ ദാറ്റ്സ് സോ പ്രിറ്റി, ആൻഡ് സഡൻലി ദർ ഇസ് എ ജംപ് കട്ട് ആൻഡ് ദർ ഇസ് എ totally unrelated scene which is very weird.
ബട്ട് ദിസ് കോൺട്രിബ്യൂട്ട്സ് എ ലോട്ട് ടു ദ ഹ്യൂമർ ഓഫ് ദ ഫിലിം. ഇങ്ങനത്തെ ഈ ജംപ് കട്ട്സ് ഈ മൂവിക്കകത്ത് കുറേ ഇൻ്റർവെൽസ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതൊത്തിരി ഹ്യൂമറസ് റിസൾട്ട്സ് ആണ് അത് കൊണ്ടുവന്നേക്കുന്നത്. അത് ദാറ്റ് കോട്ട് മൈ ഐ റിയലി ലൈക്ഡ് ഇറ്റ്. So these are the three positives I found in the film. But there's a major flaw in the film. Flaw എന്ന് വെച്ചാൽ it totally turned it off for me. I mean, മൂവിയുടെ എൻഡ് ക്ലൈമാക്സും പ്രീ ക്ലൈമാക്സ് മോസ്റ്റ്ലി സെക്കൻഡ് ഹാഫ് എന്ന് വെച്ചാൽ പ്ലോട്ട് ഒത്തിരി കൺവീനിയൻ്റായി മാറുമെന്ന് വെച്ചാൽ മൂവിയുടെ തുടക്കത്തിൽ തന്നെ ദർ ആർ സർട്ടൻ ആസ്പെക്ട്സ് വിച്ച് ആർ സെറ്റ്. ഈ റോബോട്ട് എന്ന് വെച്ചാൽ ഒരു കമ്പാനിയൻ റോബോട്ടാണ്. ഒരു ഹ്യൂമൻ ബീങ്ങിൻ്റെ ഏത് നീഡ്സും ഫുൾഫിൽ ചെയ്ത് കൊടുക്കണമെന്നാണ് ഈ റോബോട്ടിൻ്റെ സോൾ എയിം. അത് ഫിസിക്കലായാലും മെൻ്റലായാലും ഇമോഷണലായാലും. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ബിഹേവ്സ് ലൈക്ക് എ നോർമൽ ഹ്യൂമൻ ബീങ് ഓൺലി. സോ there's an app with which the owner പുള്ളിക്കാരൻ ഈ റോബോട്ടിനെ കൺട്രോൾ ചെയ്യാം, ഇൻ്റലിജൻസ് കൺട്രോൾ ചെയ്യാം, അങ്ങനെ കുറേ കാര്യങ്ങൾ, ലാംഗ്വേജ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാം. ദർ ആർ സർട്ടൻ പാരാമീറ്റേഴ്സ് വിച്ച് ദ സ്റ്റോറി എസ്റ്റാബ്ലിഷസ് ദാറ്റ് ദ റോബോട്ട് cannot lie to its owner. റോബോട്ടിന് ഇത് ചെയ്യാൻ പറ്റത്തില്ല, അത് ചെയ്യാൻ പറ്റത്തില്ല, ഇറ്റ്സ് ടോട്ടലി സേഫ്. ബട്ട് ബൈ ദി എൻഡ് ഓഫ് ദ ഫിലിം ഈ റോബോട്ടിന് സ്വന്തമായിട്ടൊരു മനസ്സ്, എന്താ തെറ്റ്, എന്താ ശരി, ഓണർ പറയുന്നതൊന്നും അനുസരിക്കുന്നില്ല, അങ്ങനെ കുറേ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ആകുന്നുണ്ട്. അതൊക്കെ കാണുമ്പം ആസ് എ വ്യൂവർ, ബിക്കോസ് സിൻസ് ദേ വർ ഓൾറെഡി പ്രീസെറ്റ്, ഞാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഐ വാസ് ലൈക്ക് ഇതെന്താണ് സംഭവിക്കുന്നത്, ഇത് സംഭവിക്കേണ്ടതല്ലല്ലോ. സോ അങ്ങനത്തെ കുറേ സിറ്റുവേഷൻസ് ഈ മൂവിയുടെ സെക്കൻഡ് ഹാഫ് ബേസിക്കലി പ്രീ ക്ലൈമാക്സ് ക്ലൈമാക്സിലൊക്കെ സംഭവിക്കുന്നുണ്ട്, വിച്ച് ടോട്ടലി ടേൺസ് ഇറ്റ് ഓഫ് ഇൻ ടേംസ് ഓഫ് ബിലീവബിലിറ്റി ഓഫ് ദ സ്റ്റോറി. ഐ മീൻ, ഐ ടോട്ടലി അക്സെപ്റ്റ് ടെക്നോളജിക്ക് ലീപ്സ് ആൻഡ് ബൗണ്ട്സ് ഒന്നുമില്ല, ബട്ട് ദർ ആർ സർട്ടൻ പ്രീസെറ്റ്സ് ബേസ്ഡ് ഓൺ വിച്ച് ദ സ്റ്റോറി ഈസ് മൂവിങ് അഹെഡ്. ആ പ്രീസെറ്റ്സ് തന്നെ ഇല്ലാതാവെന്ന് വെച്ചാൽ വിതൗട്ട് എനി ലോജിക്. അതാണ് ഞാൻ ഒബ്സർവ് ചെയ്ത മേജർ ഫ്ലോ വിച്ച് ടോട്ടലി ടേൺ ഇറ്റ് ഓഫ് ഫോർ മീ. സോ ഒരു നല്ലൊരു പ്രൊമൈസിൽ സ്റ്റോറി പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു, പക്ഷെങ്കിൽ ഈ ഒരു ആസ്പെക്റ്റ് കാരണം ഇറ്റ് വാസ് എ ടോട്ടൽ ലെറ്റ് ഡൗൺ ഫോർ മീ. സോ യെസ്, ഈ മൂവി തിയേറ്ററിൽ പോയി കാണണോ വേണ്ടിയോ എന്ന് എന്നോട് ചോദിച്ചാൽ, ഐ മീൻ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. തിയേറ്ററിൽ പോയി കണ്ട് നേടാനൊന്നുമില്ല. ഇത് OTT വരുമ്പോഴും ഡിജിറ്റലിലൊക്കെ വരുമ്പോഴും ഇത് കാണുന്നതാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഒരു വൺ ടൈം വാച്ച്, an interesting watch because of the premise, but as I said, the second half with the convenient plot line let it down for me. So that's my review of Companion. Thank you. See you in the next video.